ഒരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു 5000, 6000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു. അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത്, നിങ്ങൾ 5 പേരും, എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ദിവ്യ, പുറത്ത് ഇതാരെ അറിയിക്കരുത്, ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയും വെച്ച് നിങ്ങളൊന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യവുമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും, ആ പൈസയും മേടിച്ച് എന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ദിയയെ സംബന്ധിച്ചിടത്ത് ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് വണ്ണാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്ത് വന്നിട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 പേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6-7 ഒരു 10-അകത്തോളം ആൾക്കാരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും, അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ 3 പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ യൂസർ ഇല്ലാതെ ഏത് ബാങ്കുകാരാണ് 1 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അവർ 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുമായിരുന്നു. പറഞ്ഞു അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്, നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും, നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അവര് ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന്. അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കുകയും അവർ ചെയ്തത്. ഈ 69 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. എത്ര വന്നിട്ടുണ്ട്? നമുക്ക് അറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. നിങ്ങൾ എന്നാ തെറ്റിയതെന്നാണ്? ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത്. പക്ഷേ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഏതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെപ്പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ദിയ എടുത്ത്. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്നത് കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്. ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTVയുടെ എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല. അപ്പോൾ അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇവരെന്ത് രീതിയിൽ എന്തൊക്കെ ഇപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയതിനെ അവരത് മാറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ വണ്ടി
അറിയത്തില്ലായിരുന്നു, സ്ഥലം അറിയില്ല. നിങ്ങളുടെ പൈസ ആയിട്ട് കൊടുത്തല്ലേ? ആ ഞങ്ങളുടെ പൈസയാണ് കൊടുത്തത്. ആ അവർ മേടിക്കുന്നത് ഞാൻ ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുവാണ് നിൻ്റെ ഭാര്യേനെയൊക്കെ പുറത്ത് വിടണം, കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം നമ്മളെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. രാവിലെ 11 മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി 6:45 ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചെടുത്തത്. അപ്പോൾ അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു. പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തിൽ ഇപ്പം എൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളത് അറിയുന്നത് അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാർ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അതിൻ്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുത്തതാണ്. നിങ്ങളൊരു ദിവസം രാവിലെ അവരുടെ ഫ്ലാറ്റിലെത്തുന്നു, അതിനുശേഷം കാറെ കയറ്റി ഈ അമ്പലമുക്കിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്നാണ് നിങ്ങളെ അതിന് മുമ്പ് കൂട്ടിയിട്ടത്? അല്ല 30-ാം തീയതിയാണ് പൂട്ടിയിട്ടത്. അന്ന് തന്നെ നിങ്ങൾ പൈസ കൊടുത്തല്ലോ? അന്നാണ് കൊടുക്കുന്നത് ഞങ്ങൾ. പിന്നെ അന്ന് ഭീഷണിപ്പെടുത്തി ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. നമ്മളെ ഇത്ര വരെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിനെയാണ് പുറത്ത് വിട്ടത്. അതായത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു.